ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ന്യൂ വീഡിയോ. ഇത് നമ്മുടെ ഓഫീസിൽ ഇഫ്താറാണ് ഗായ്സ്. ഇഫ്താർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇന്ന് എത്രാമത്തെ നോമ്പാ? ഇന്ന് എത്രാമത്തെ നോമ്പ് സാലിയാ? 25ാമത്തെ നോമ്പിനാണ് നമ്മളെ ഓഫീസിൽ ഇഫ്താർ എടുക്കുന്നത്. ഇന്ന് 26. ഓക്കെ, നമ്മളെ ഓഫീസിൻ്റെ മേലെ ടെറസിൻ്റെ മേലെയാണ് നമ്മളെ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിൽ ഞാൻ കാണിക്കാം, ഞങ്ങളെ എച്ച് ആർ ആണ് ഇവിടുത്തെ മെയിൻ. നിരഞ്ജന ഇവരൊക്കെ ഫുൾ മെയിനാണ്. ഞാൻ പിന്നെ ഇവിടെയാണ് നമ്മളെ പരിപാടി നടക്കുന്നത്. പണിയെടുക്കാതെ വെറുതെ നോക്കിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ ജിഷ്ണു ഹായ് എടുക്ക്. ഹായ്. പിന്നെ അമിത് ശങ്കർ ഹായ്. മനോഹരമായൊരു സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ എത്തിയത് ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മുടെ ജിഷ്ണു ആണ് ലൈറ്റിംഗ് ആൻഡ് ടെക്നിക്കൽ. നമ്മളെ മൊത്തം പരിപാടി എങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഓഫീസിൻ്റെ മേലെ ടെറസാണിത്. ഇവിടെയാണ് നമ്മളെ മൊത്തം പരിപാടി. സമയം ഇപ്പോൾ 6 മണി. 6:40 ഇന്ന് ബാങ്ക്. അന്നേരം നമുക്ക് ഇവിടെ ഇഫ്താർ നടത്തണമെന്ന് നടക്കൂല. പക്ഷെ എന്താ, നമ്മൾ കോൺഫിഡൻറ്റ്, വെറും കോൺഫിഡൻറ്റ്. HR ഇല്ല ചിരിക്കുന്നത്. HR ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞതാ ഇത് ഇത്രയും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന്. അപ്പോൾ HR പറഞ്ഞത് നമുക്ക് പണിയെടുക്കണം ഫസ്റ്റ്, പിന്നെയാണ് ഇതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായി, ഞാൻ മൊത്തം ടീമിനെയും കാണിക്കാം. നമ്മളെ താഴെയാണ് നമ്മളെ പരിപാടി. ആളുകൾ ബാക്കിയുള്ളത് എല്ലാവരും കാണിക്കാം. ഇവിടെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവും. മച്ചാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കാരണം മച്ചാൻക്ക് നാളെ ഇന്നെന്തോ ഡെഡ് ലൈൻ ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാവും കുറച്ച് ടീം ഇപ്പോൾ ഇരിക്കുന്നത്. ഇവർ വെറുതെ പണിയൊന്നും ഇല്ലാണ്ട് വെറുതെ പണിയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരിക്കണേ. ഒരാളിവിടെ സുഖമായിട്ട് കിടന്നിറങ്ങുന്നുണ്ട്. മീനാക്ഷി ഹായ് വ്ളോഗ് ഹായ്. മീനാക്ഷി ഉറക്കത്തിലാണ്. അതെ. പാസി ഹായ്. അപ്പുറത്തുണ്ട് വേറെ 2 പേര്. മിസ്റ്റർ പ്രഭജ് ഇവർ കാര്യമായിട്ട് എന്തോ ഷൂട്ടില്ല. ജബ ഷൂട്ട് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ ചില്ല് ചെയ്യുമ്പോ ഞാനും പാവപ്പെട്ട പ്രപഞ്ചം ഇവിടെ. ഇത് സംഭവം എന്താന്ന് വെച്ചാല് ഇവർക്ക് ഇപ്പൊ വേറെ പരിപാടി ഇല്ല. അങ്ങോട്ട് വന്നാൽ ഒരുപാട് പണി എടുക്കണ്ടെന്ന് കരുതിയിട്ട് വെറും ചുറ്റിക്കളി. ബ്രോ നോ, വെറുതെ എന്തോ പറയാണ്. ഇവന് ചില്ല് ചെയ്യാൻ വേണ്ടി എന്തോ പറയാൻ പോയി. അണ്ണാ ഹായ്. ഇതാ ഹായ്. വ്ളോഗിന് ഹായ്. നേരത്തെ നോമ്പ് തുറക്കാൻ ഒരാൾ എത്തിയതാണ്. സമയം 6 മണി കഴിഞ്ഞാണ്. നിങ്ങൾ നേരത്തെ എത്തേണ്ട ആൾക്കാരാണ് ഇന്ന്. ഓക്കെ അലി ഹായ്. ബ്ലോഗിന് ഹായ്. ഓക്കെ, മുകളിലുള്ള ഫുൾ പരിപാടികൾ ഞാൻ കാണിക്കാം. ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ഇത് വിർഷാനാണ് ഞങ്ങളുടെ പ്രൊജക്ട് ഹെഡ്, ഓൾ ഇൻ ഓൾ ആൻഡ് എവറിത്തിങ്. വിർഷാന ഹായ്. ഓക്കെ, പിന്നെ ഉണ്ടില്ല നോമ്പ് വെക്കാതെ. എടാ എന്താ സോലി നിരു ഓക്കെ അല്ലേ? ഇവിടെ ഓക്കെ അല്ലേ? വിഷ്ണു എന്തെങ്കിലും ആയോ? ഓക്കെ അല്ലേ? അങ്ങോട്ട് വരുന്നോ? നമ്മൾ ഇവിടെ ഈ ഒരു സ്പേസ് തിരഞ്ഞെടുക്കാൻ കാരണം 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ഹോട്ടലിൽ പുറത്തൊരു സ്ഥലത്ത് പോയി പരിപാടി സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൊറയാണ്. ഇതാകുമ്പോൾ നമ്മളെ സ്വന്തം സ്പേസിൽ നമുക്ക് എപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പരിപാടി നടത്തുന്ന പോലുള്ളൊരു ഫീലാണ്. കാരണം നമുക്ക് നമ്മളെ ഏരിയയാണ്. മറ്റേത് ഹോട്ടലിൽ പോയിട്ട് കഴിഞ്ഞ തവണയൊക്കെ ഒരു ഹോട്ടലിൽ പോയിട്ടാണ് പരിപാടി നടത്തിയെന്ന് പറഞ്ഞത്. പക്ഷേ ഇത്തവണ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇത് ഒരു വൻ വെറൈറ്റി പരിപാടി ആയിരിക്കും. വെൽക്കം ടു വൈബ് ഇഫ്താർ. ഇത് ഫ്രൂട്ട്സ് ഐറ്റംസ്, പപ്പായ, വാട്ടർമെലോൺ, പിന്നെന്താ ഇതെന്താ ബാക്കി എന്തോ കഴിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇത് ചെറുനാരങ്ങ, പിന്നെ പഞ്ചസാര. ഇത് നമ്മളിങ്ങനെയാണ്, ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അലിയാണ് ഇതിൻ്റെ ബാക്കിൽ ഫുൾ വർക്ക് ചെയ്യുന്നത്. അലി ഹായ്. ഈ പരിപാടിയുടെ മൊത്തം
വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ജിഷ്ണുനാഥ്, അസിസ്റ്റന്റ് അമിത് ശങ്കർ, അല്ല പിന്നെ അമിത് ഇബ്രാഹിം. പിന്നെ ഇത് ഞങ്ങളെ സാന്ദ്ര ചേച്ചി. ഹായ്. ചേച്ചിയല്ല, ഹായ്. ഒത്തില്ല എത്തിയോ? ഓ സാധനം പ്രഭു ആടാ മേലോട്ട് വാ. ഇത് നമ്മളെ അർജുനേട്ടൻ എൻ്റെ വ്ളോഗിന് ഹായ്. അർജുനേട്ടന് ഒരു റൈറ്ററാണ്, ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്, എങ്കിലും ചന്ദ്രിക സിനിമയുടെ റൈറ്ററാണ്. അർജുൻ നാരായണൻ ഫ്രം കണ്ണൂർ അല്ലേ? മൂപ്പര് ഫുള്ള് ബിസിയാണ്, നമ്മൾ മൂപ്പരെ ശല്യപ്പെടുത്തുന്നില്ല. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ല. ഇദ്ദേഹമാണ് അദ്ദേഹം റീസെന്റ് ഇറങ്ങിയ കൽബ് സിനിമയുടെ അസിസ്റ്റന്റ് DOP മിസ്റ്റർ പ്രപഞ്ച്. സിംപിൾസിറ്റി, വെറും സിംപിൾസിറ്റി. നീ അല്ല, നീ കൽബിന്റെ അല്ല, ആണല്ല? നീ കൽബിന്റെ എന്താ? പറ നാണിക്കണ്ടോ? പറഞ്ഞോ എന്താ പറ. ഏതിന്റെ? കൽബിന്റെ അസിസ്റ്റന്റ് DOP. അങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേയുടെ മെയിൻ DOP. പിന്നെ മേരി പ്യാരി സോനാര്, അങ്ങനെ 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 കുറെ കാര്യങ്ങൾ. മെയിൻ ആയിട്ട് ഫ്രൈഡേ ഫിലിംസ് ആണ്. എന്തായി ഏത്? ഓ ആരടാ അത്? ഷെഫ് അലി ഫ്രം കുട്ടിച്ചിറ. പന്നിയങ്കര പിടിച്ച്. പിന്നെ മുക്താറാണ് എല്ലാ വർഷവും ഇവിടെ പരിപാടി ഉണ്ടാകുമ്പോൾ ഈ വക സാധനം ഉണ്ടാക്കുന്ന ആള്. അതിലുണ്ടോ? ഗുഡാണോ? ആ വകയിലെ അച്ചാറും ഗുഡാണോ? ഓക്കെ. മുക്താറ് തൊട്ടാ അത് മധുരാവും. അമിത്തിനോട് ലാശം. ഓക്കെ ഓസ്കർ വ്ളോഗിന് ഹായ്. അല്ല വ്ളോഗ 6:40 ബാങ്ക്. ഇപ്പൊ ഒരു ഏകദേശം 6:16 ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒന്നും ഇതുവരെ സെറ്റ് ആക്കിയിട്ടില്ല. പക്ഷെ അത് അമിത്തിന് ഒരു കോൺഫിഡൻസ് ലെവലാണ്. അമിത് ഇത് 6:40 ആകുമ്പോൾ ഇത് ഫുള്ള് സെറ്റ് ചെയ്യുന്നുള്ളതാണ് അമിത് പറഞ്ഞിട്ടുള്ളത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ സംഭവിക്കാന്ന്. എന്താണ് ഇപ്പൊ വ്ളോഗ് അറിയൂ? വ്ളോഗ് ചെയ്യണ്ടേ? ഫുള്ള് സാധനം, സ്പെഷ്യൽ സാധനങ്ങൾ മൊത്തം ഉണ്ടല്ലേ? ഇത് മൊത്തം നമ്മളെ അവസാന വൈഫ് ഉണ്ടാക്കിയതാ. ഓ എന്തൊക്കെയോ ഉണ്ട്. ഫുള്ള് വെറൈറ്റി സാധനങ്ങൾ മാത്രം, വേറൊന്നുമില്ല. വെറൈറ്റി സാധനങ്ങൾ മാത്രം ഒക്കെ ഫുള്ള് ഉണ്ടാക്കിയ ആളാണ്. എന്തൊക്കെയാ ഇതുള്ളത്? ഇതെന്താ? സമൂസ. പിന്നെ ഈ സാധനം അടിപൊളിയാ. ഇത് ഞാൻ അവർക്ക് തിന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ഇറാനി പോള, സമൂസ, കട്ട്ലറ്റ്. അതെ ഫുള്ള് സാറേ. ഓക്കെ അല്ലേ? ഫുൾ ടീം ഫുൾ പണി. ഹരി ഹായ്. എന്റെ വ്ളോഗിന് ഹായ്. ഫുൾ സെറ്റ്. പക്ഷെ ലൈറ്റ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല എന്നുള്ളൂ. ബാക്കി എല്ലാം സെറ്റ്. ബത്തൊക്കെ സെറ്റ്, മറ്റ് ഫ്രൂട്ട്സ് മൊത്തം സെറ്റ്. ജ്യൂസ് ഇപ്പോൾ സെറ്റ് ആവും. പക്ഷെ മറ്റൊരു ജ്യൂസ് സെറ്റ് ആയിട്ടുണ്ട്. സ്നാക്സ് കംപ്ലീറ്റ് സെറ്റ്. 6:28 സോറി, ഫുള്ള് സെറ്റ്. കണ്ടില്ലേ? നമ്മൾ ഏകദേശം ഒരു 30 പേരുണ്ടാവും. 30 പേർക്ക്, 30 അല്ല അതിലേറെ പേർക്ക് വിശാലമായിട്ട് നിന്നില്ല. നല്ല കാറ്റ്, നല്ല സുഖം. ഈ ഒരു സെറ്റപ്പ് നമ്മൾ ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും ആ ഒരു സുഖം. എന്ത് നല്ല അന്തരീക്ഷം, എന്ത് നല്ല സുഖം, ഒരു സമാധാനം. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, നമുക്ക് നമ്മളേതായ ഒരു ടൈം എടുത്ത് എല്ലാ പരിപാടിയും ചെയ്യാം. പക്ഷെ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് ഈ സുഖം കിട്ടില്ല.
അതുകൊണ്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യാൻ കാരണം. മുബഷിറ മാഡം ഫുൾ ബിസി. ബിഷ മാഡം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ VIP ആ വിരലിട്ട് പിടിച്ചതാ. വിരലിടാത്തൊരു ചായ സ്റ്റാൻഡ് എടുക്കുന്നു. അത് അതിൻ്റെ അടുത്ത ക്ലാസ്സിലുണ്ട്. ഫുൾ തിരക്ക്, ഫുൾ ടീം ഫുൾ ബിസി, ഫുൾ ആൾക്കാർ ഫുൾ തിരക്ക്. നിരഞ്ജന നടുവിലിരുന്നോ? സെറ്റ് 6:20 തുടങ്ങിയിട്ട് 6:15 തുടങ്ങിയിട്ട് 6:35 നമ്മൾ ഫുള്ള് പരിപാടി ചെയ്തിട്ടുണ്ട്. സൽമാൻ ഹായ്. ഹായ് നിരഞ്ജന തിന്നല്ലേ? വാങ്ങ കൊടുക്കാനുണ്ട്. തിന്നാ കഴിഞ്ഞാ? വിഷയായി. ചുരിദാർ ഇടാൻ പോയതാണ്. ചുരിദാർ ഇടാൻ പോയത് അവാസ്ക HR ഞെട്ടിച്ചതാണ്. ചുരിദാർ ഇട്ടില്ലെങ്കിൽ വിഷയാവും പറഞ്ഞിട്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോ, നോമ്പുതറ കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോ എത്തിയ ഒരാളുണ്ട് ഇവിടെ. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോ എത്തിയ ആളാണ് സന. എവിടെ പോയിനാ? അതാ അതിന്റെ പിന്നിൽ കുറച്ച് കറുത്ത കൈകളുണ്ട്, വേണമെങ്കിൽ അയാൾ ചൂണ്ടി കാണിച്ചു. ആള് ഇവിടെ ഇല്ല. നീ നോമ്പ് പറഞ്ഞില്ല? മതി. നമ്മള് വിഷയമില്ല. നമ്മള് സാധനം ഉണ്ട്. ദമ്മിൽ വെച്ചിട്ട് ഇത് പൊട്ടിക്കാനുണ്ട്. ഇവർക്കിപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇറങ്ങില്ലാന്ന്. അതുകൊണ്ട് കുറച്ചു നേരം നമ്മൾ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു അടിപൊളി മൂഡിൽ ഇങ്ങനെ ഇരുന്ന് ഒരു 2 റൗണ്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന. ഓക്കെ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? ഇത് ചെയ്തവർക്ക് ഈ വീഡിയോ കാണാം, വേറെ ആർക്കും ഈ വീഡിയോ കാണാൻ കഴിയില്ല. റിഷാൻ ഞങ്ങളെ പ്രൊജക്ട് ഹെഡാണ്. റിഷാന് ആവശ്യത്തിന് ഞങ്ങളെ ഇത്രയും സപ്പോർട്ടുള്ള ഒരു പ്രൊജക്ട് ഹെഡിനെ ഞാൻ എൻ്റെ ലൈഫ് കണ്ടിട്ടില്ല. ഫോളോ ചെയ്യുന്നുണ്ട്. കണ്ടോ? ഓൾറെഡി സബ്സ്ക്രൈബ്. മതി. പിന്നെ സാന ഹൈദരാബാദ് മെയിൻ ആണ്. സാന ഒരു 6 മാസത്തെ ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ്. എന്തിന്? നേരത്തെ വരെ പറഞ്ഞത് അവൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന HR അല്ലാണ്ട് വേറെ ആരും. ഇപ്പൊ നേരെ വിറ്റ്. അതല്ല, അത് HR കാറ്റഗറി വേറെ, ഹെഡിന് കാറ്റഗറി വേറെ. HR എന്ന് വെച്ചാരല്ലേ? നീ വന്നേ, നീയാണല്ലോ ഇവിടെ. ഇപ്പത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചോറ് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പാത്രം നമ്മളെ ഇല്ല. അപ്പോ ചോറ് ചീത്താക്കിയത് തൗഫീക്ക്. ആദ്യം ചെമ്പ് പൊട്ടിക്കരുത്, ദമ്മ് ചോറ് തിന്ന കയ്യിലെച്ച കളിക്കുന്ന നീ മജല്ല ഭായി. വിഷയം ഇതാണ്, ഇത് മിക്സ് ചെയ്യാൻ വേണ്ട പാത്രം നമ്മൾ ആരും കരുതിയില്ല. അങ്ങനെ 2 ടീം പോയിട്ടുണ്ട്. ഇപ്പോ അടുത്ത വീട്ടിൽ നിന്ന് പാത്രം വാങ്ങാൻ വേണ്ടിട്ട് 2 ടീം പോയിട്ടുണ്ട്. എവിടെ? അതാ കാണുന്നുണ്ട്. സനം ഒരു പ്രയത്നത്തിന് പോയതാണ്. അടി പാർസൽ കിട്ടോ? അതെ, യജ്ഞത്തിന് പോയതാണ്. അടി പാർസൽ വരുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. ഒരു കൂട്ട യുവതികളും യുവാക്കളും ഒന്നടങ്ങ് കാത്തു നിൽക്കുന്ന ഒരു പാത്രത്തിന് വേണ്ടി. റിഷാൻ ഒഴിവാക്ക്. ഞാൻ വേറെ പരിപാടി പറയട്ടോ. നമ്മളിൽ ഇങ്ങനത്തെ കുറെ സാധനം ഉണ്ട്. അതിലേക്ക് ചോറ് തട്ട്. എന്താണ് HR എന്താ പറയാ? വിളിക്ക്. അവാസ്ക, HR ബന്ധുണ്ട് അപ്പുറത്ത്. എന്താ ചാറ കിട്ടിയാ? ഇത് ഇങ്ങനത്തെ ഒരു ഇതുപോലത്തെ ഒരു കണ്ടന്റ് ഞാൻ എന്റെ യൂട്യൂബിൽ വരട്ടുണ്ട്. കാരണം ഈ ഇഫ്താറിന്
നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് വന്നായിരുന്നു. വന്നേനും സകല സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരു പാത്രത്തിന്റെ ഇഫ്താറാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഞങ്ങളുടെ ആൾക്കാരെ പറഞ്ഞു വിട്ടു. അത് വിഷയമായി. അവസാനം ഇത് മിക്സ് ചെയ്യാൻ പാത്രമില്ല, അതുകൊണ്ട് കുടുങ്ങിപ്പോയി. ഇപ്പൊ പാത്രത്തിന് പോയ 7 ആൾക്കാർ 3 പാത്രം കൊണ്ടുവരും. റിഷാന് ഇതില് ധാരാ പാത്രം ഇനിന്റെ പാത്രം ഉണ്ടോ? അലി ഫ്രം ടീച്ചറാ. അലി ഈ വക കാര്യങ്ങൾക്ക് ഭയങ്കര ഉഷാറ്. അടുത്തതായി ബിരിയാണി വിതരണം. ഒരു പാത്രം തരും. പാത്രം കൊടുത്തിടാൻ നല്ലൊരു പാത്രം അങ്ങനെ തട്ടിടാൻ. എന്തെങ്കിലും പറയാനുണ്ടോ തൗഫീഖ്? എല്ലാത്തിനും ഞാൻ അവിടെ മെയിൻ. അതെ, എല്ലാവർക്കും എന്നെ മതി. ഇത് കൊടുക്ക്. അധ്വാനിക്കുന്ന തൗഫീഖ്, അധ്വാനിക്കുന്ന അലി. ഫുള്ള് പരിപാടിയും കഴിഞ്ഞ് നമ്മളെ ഫുൾ ടീം പോയിട്ടുണ്ട്. അവസാനം ബാക്കി വരുന്ന ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഈ ചോറ് പാർസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സമൂസ, കട്ലറ്റ്, സാൻഡ്വിച്ച്, സൂപ്പർ. കല്ലുമ്മക്കായ ഉണ്ടേനോ? ഒപ്പത്തിന് പരിപാടി തന്നെ. A few moments later. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് വിഷയം എന്താന്ന് വെച്ചാല് വത്തക്ക വെള്ളം ബാക്കിയായി. വത്തക്ക വെള്ളം ബാക്കി. ഞാൻ ചോദിക്കൊന്നില്ല. വത്തക്ക വെള്ളം ബാക്കി. കോഴിക്കോട് വിതരണം. അറിയാത്ത ആൾക്കാർക്ക് മൊത്തം വിതരണം. ഞാൻ ചോദിക്കോ? ഇവിടെ ഏത് വത്തക്ക വെള്ളം ഫുൾ ഞാൻ എടുക്കാം. വത്തക്ക വെള്ളം വിതരണം. എന്താ നമ്മളതാ അങ്ങനെ ഒന്നിനും ഒഴിച്ചു കൊടുക്കേ. ഒന്നിനും ഒഴിച്ചു കൊടുക്കേ. എല്ലാവർക്കും കൊടുക്കും. ചേട്ടാ ഇത് കുറച്ച് വെള്ളം. ഇത് ഞങ്ങളെ പരിപാടി നോമ്പ് തുറന്റെ പരിപാടിയാണ്. പരിപാടി ഫുൾ സക്സസ്. ഇതാ എടാ ഇവിടെ ഒരു 4-5 ഗ്ലാസ് എടുക്കേ ഫുള്ള്. ഇനി ഇവിടെ ജ്യൂസ് കുടിക്കാത്ത ആരുണ്ടായിരുന്നു. നമ്മളെ നോമ്പ് തുറയുടെ എടുക്കെ ക്ലാസ് എടുക്കേ. ഇതാ പേർക്ക് കൊടുക്കേ. ഇല്ലല്ലോ ബാക്കിയാവില്ല. ആർക്കല്ല ഇനി ആർക്കും കൊടുക്കാത്ത ചേട്ടാ. എന്താണ് ഇതാ നമ്മള് നോമ്പ് തുറയുടെ സാധനമാണ്. പിന്നെ അല്ല പങ്കെടുക്കുന്ന ഏത് പരിപാടി. ഇനി ആർക്കാ? ഇതാ ചേട്ടാ ജ്യൂസ് കുടിക്കേ. എന്നാ എടാ 2 ഗ്ലാസ് ഉണ്ടാ. കോഴിക്കോട് കടപ്പുറത്ത് നമ്മളെ ജ്യൂസ് കുടിക്കാത്ത ഇനി ഒരാളുണ്ടായിരുന്നു. നടുവിലേക്കണ്ട സെന്ററിൽ ഇങ്ങോട്ട് ഇവിടെ വെച്ചോ ജ്യൂസ് കുടിച്ചോളൂ. ഞങ്ങളെ നോമ്പ് തുറയുടെ സാധനം. കുറച്ച് ജ്യൂസ് കുടിച്ചോളൂ. നോമ്പ് തുറയുടെ സാധനം. കുട്ടി കൊടുക്ക്. എടാ അവർക്ക് നമ്മൾ ഇത്രയും നല്ലൊരു പരിപാടി എന്റെ കരിയർ ചെയ്തിട്ടില്ല. എടാ അതിങ്ങോട്ട് എടുത്തോ. അവിടെ കൊടുക്കാം. എക്സ്ക്യൂസ് മീ, കുറച്ച് ജ്യൂസ് എടുക്കട്ടെ നിങ്ങൾക്ക്. ഇതാ ഇത് ഞങ്ങളെ നോമ്പ് തുറയുടെ ഇതാ. കിട്ടാതെ ആരെങ്കിലും ഉണ്ടോ? കൊടു. കുറച്ച് ജ്യൂസ് കുടിക്കല്ലേ നിങ്ങളെ നോമ്പ് തുറയുടെ ഭാഗമായിട്ടാ. കൊടുക്ക്. ഫുൾ ഫില്ല് ചെയ്യാ. ഇനി ആർക്കാ? അവിടെ കൂടെ അപ്പുറത്ത് ജ്യൂസാ നമ്മളെ നോമ്പ് തുറയുടെ ഭാഗമായിട്ട്. കുടിക്ക് ഞങ്ങളെ നോമ്പ് തുറയുടെ ഭാഗമായിട്ട്. എടാ 2 പേർക്കും കൂടി ഉണ്ടാവരാ. 2 പേർക്കും കൂടി ഉണ്ടാവരാ. ഒരാൾക്കും കൂടി മതിയാ. ഇനി ആളുണ്ടാവില്ല. കഴിയൂല. ഇനി കിട്ടില്ല. ഓക്കെ ഇനി ഇല്ലല്ലോ. കഴിഞ്ഞാ ഇതാർക്കാ? കുടി ജ്യൂസ് ജ്യൂസ്. നോമ്പ് തുറ ഇഫ്താർ. എന്ത് ഇഫ്താർ? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല.
അപ്പൊ പരിപാടി സക്സസ്ഫുൾ അങ്ങനെ നമ്മള് ഒരിക്കലും വേസ്റ്റ് ആവാറില്ല. അങ്ങനെ നമ്മള് ഫുള്ള് പരിപാടി ഫുള്ളാക്കി തീർത്തിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് ഇനി ജ്യൂസ് എടുക്കാതെ നമ്മള് ജ്യൂസ് എടുക്കാതെ ഒരാളില്ല. വൈബിന്റെ CSR ആക്ടിവിറ്റി ഞങ്ങൾ നിറവേറ്റിക്കുന്ന അവസ്കാരെ അറിയിച്ചു കൊടുക്കുന്നു. ഓക്കെ ബൈ. ബ്ലോഗിനോട് എല്ലാവരും ബൈ.